ഇത് കണ്ടോ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യമായത്. ഇവിടെ കുറേ കിളികളുണ്ട്, അവർക്കൊക്കെ ചോറും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും. അതെ, അണ്ണാനെ കണ്ടോ, അണ്ണാനുണ്ട്, ബുൾബുളുണ്ട്, മൈന വരും, പിന്നെ കരികിലക്കിളി വരും, കലറാൻ എന്ന് പറഞ്ഞൊരു കിളിയുണ്ട്, അത് വരും. ഇവിടെ ഒരു സീതമരം നിൽപ്പുണ്ട് കണ്ടോ, സീതപ്പഴത്തിൻ്റെ മരം നിറച്ച് കാ പിടിച്ചിട്ടുണ്ട്. പക്ഷേ വിളവെടുക്കാറായില്ല, കണ്ടോ, ആയി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തിങ്ങനെ വെളുത്ത് വരും. ആ സമയമാകുമ്പോൾ വേണം പറിച്ച് വയ്ക്കാനായിട്ട്. കുറേ മരം കായുണ്ട് കണ്ടോ, എല്ലാം നിൽപ്പുണ്ട് കായ കണ്ടോ. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ വിളവെടുക്കാറാവും. എങ്ങാനും പഴുത്ത് കഴിഞ്ഞാൽ അപ്പം അണ്ണാൻ വന്ന് എല്ലാം കൊത്തി തിന്നും. അണ്ണാനും കിളികളും ഒക്കെ. ഞാൻ കുറച്ചേ പറിക്കത്തുള്ളൂ, കുറച്ച് കിളികൾക്ക് വേണ്ടിയിട്ട് വെച്ചേക്കും, അവരും കഴിക്കട്ടെ അല്ലേ. രാവിലെ ഗോതമ്പ് ദോശയാണേ. അപ്പോൾ അതിന് എന്നും തേങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, പിന്നെ തക്കാളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി മടുത്തു. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു കറി ഉണ്ടാക്കുമോ ഞാൻ. അതെങ്ങനെയാണെന്ന് പറയാം. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഒരു 2 വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചതച്ചത് ആദ്യം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തു. ഇത് കണ്ടോ, ഇതുപോലെ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂണ് ചെറുപയറിൻ്റെ പരിപ്പാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം. ഭയങ്കരമായിട്ട് മൂക്കൊന്നും വേണ്ട, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മുളക് പൊടിയാണ്. ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതൊരു 3/4 സ്പൂണ് കാണും. വലിയ എരിവ് വേണ്ട. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കുക. ഇനി വേണ്ടത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കുക. ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ഇടത്തരം ബീട്രൂട്ടിൻ്റെ പകുതി, അത് സ്ക്വയറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നല്ലോ, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഇളക്കിയിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ചൊരു 3-4 മിനിറ്റ് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് കലക്കാം. മാവ് കലക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ച് നല്ലെണ്ണ കൂടി മാവിലേക്ക് ഒഴിച്ച് കൊടുക്കും. അത് ദോശയ്ക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കല്ലിൽ പിടിക്കത്തുമില്ല, അതുപോലെ നൈസായിട്ട് നമുക്ക് പരത്താനും പറ്റും. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അത് കഷ്ണങ്ങളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോതമ്പ് ദോശയും റെഡി ആയിട്ടുണ്ട്. എന്നും തേങ്ങാ ചമ്മന്തിയും ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ നമുക്കിതുപോലൊരു കറി ഉണ്ടാക്കിയാൽ എളുപ്പമായിരിക്കും. ഇങ്ങനെ കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കുകയും ചെയ്യുമല്ലോ. കണ്ടോ, കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കറി ഇരിക്കുന്നത്. കണ്ടോ. ഇനി വാങ്ങുന്നതിന് മുമ്പ് രുചി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ബട്ടറും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അല്പം ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഇടയ്ക്കൊക്കെ ഇതുപോലൊരു മാറ്റം ആർക്കാണ് ഇഷ്ടമില്ലാതെ അല്ലേ.